എന്തിനാ ഇത്ര ദേഷ്യം കാണിക്കുന്നേ? പാവപ്പെട്ടവര് കോപിച്ച ഒരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ കോപിക്കുന്നേ? എന്നാ നിങ്ങൾ കഴിക്കാൻ വരൂ. അതല്ലേ പറഞ്ഞത്, ഇവിടെ ആർക്കും വിശപ്പൊന്നുമില്ല. ഉച്ചയ്ക്ക് വസുചേച്ചി പറഞ്ഞപ്പോ തന്നെ ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു. കുടുംബമാകുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ദമയന്തി. അതിനിങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ആരോടും ദേഷ്യമില്ല, നിങ്ങൾ കഴിച്ചാ മതി. ഞാൻ പറയുന്നത് കേൾക്ക് ദമയന്തി. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്. ഞങ്ങൾ വരുന്നില്ല ചേച്ചി, നിങ്ങൾ പോയി കഴിച്ചോളാനല്ലേ ഞാൻ പറഞ്ഞത്. അമ്മേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് അമ്മേ. ഭാവനയാൻറ്റി വന്ന് വിളിച്ചില്ലേ അമ്മേ? കിട്ടൂനാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, വന്നേ പോവാം. കുറച്ചു നേരം ക്ഷമിച്ചൂടെ നിങ്ങൾക്കൊന്ന്? വരേണ്ടവര് വന്ന് വിളിക്കട്ടെ, അപ്പൊ പോവാം. ദമയന്തി കഴിക്കാൻ വരുന്നില്ലെന്നാ പറയുന്നത്. ഉച്ചയ്ക്ക് നടന്ന പ്രശ്നത്തെ ഓർത്ത് ദേഷ്യപ്പെട്ടിരിക്കുക. ദേഷ്യാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ, അവളുടെ വയറല്ലേ വിശന്ന് കത്തുന്നേ. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് വിളമ്പാൻ നോക്ക്. നമ്മുടെ വീട്ടിലെ കുട്ടി കഴിക്കാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ കഴിക്കുന്നത്? ഒരു മിനിറ്റ് ഇരിക്കാമേ, ഞാൻ പോയി ദമയന്തിയെ വിളിച്ചിട്ട് വരാം. വേണ്ട ഏട്ടാ, ഏട്ടൻ കഴിക്കും, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ദമയന്തി ദേഷ്യപ്പെട്ടിരിക്കുന്നത് നിന്നോടാ വസു. എന്നാ പിന്നെ ഞാൻ പോയി വിളിക്കാം വസു. സാരമില്ല ഭാസ്കരേട്ടാ, ഞാൻ തന്നെ പോവാം. എന്താ ദമയന്തി ഇത്? ചെറിയ ചെറിയ കാരണങ്ങൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? ഇതൊരു ചെറിയ കാരണമാണോ? നിങ്ങൾ എന്നെ എത്ര കൊച്ചായിട്ടാ കാണുന്നത്? എന്റെ മോനെ എത്രമാത്രം അപമാനിച്ചു. ഇന്ന് മാത്രമല്ല, ഞങ്ങൾ എന്ന് വന്നോ അന്ന് മുതൽ കാണുന്നതാ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഇല്ല ദമയന്തി. അങ്ങനെയൊന്നും ഇല്ലെങ്കിലേ അന്ന് സാരിക്കാരൻ വന്നപ്പോ എന്നോട് അങ്ങനെ പെരുമാറി എന്തിനാ? നിങ്ങളുടെ മകൻ എന്തിനാ എന്റെ മകൻ അടിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നടന്നതൊക്കെ അറിയാതെ പറ്റിപ്പോയ തെറ്റുകളാ. വേണമെന്ന് വെച്ചിട്ട് ഇവിടെ ആരും തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റോ കുറ്റമോ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. ഞാൻ വിഷമിച്ചിരിക്കുക. നടന്നതിന് എല്ലാത്തിനും വേണ്ടി ഞാൻ ദമയന്തിയോട് സോറി പറയാ. 3 പേരും വന്ന് ആഹാരം കഴിക്കും. ഒരു സാറി പറഞ്ഞാ മതിയാവോ? ഞങ്ങൾ ഒന്നുമില്ലാത്തവരായതുകൊണ്ടല്ലേ ഞങ്ങൾ എങ്ങനെ കാണുന്നേ? എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല ദമയന്തി. നീ ഒന്നുമില്ലാത്തവളൊന്നും അല്ല. ഈ വീട്ടിൽ ജനിച്ച കുട്ടിയാ. ഈ വീട്ടിൽ നിനക്ക് അധികാരവും അവകാശവും ഒക്കെ ഉണ്ട് ദമയന്തി. ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വാ. നീ കഴിച്ചില്ലെങ്കിൽ കുട്ടികളും ഒന്നും കഴിക്കില്ല, അമ്മയും കഴിക്കില്ല. എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും ദമയന്തി. ശരി, നിങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിലും എന്റെ അമ്മയെ ആങ്ങളമാരെ ഓർത്തെങ്കിലും ഞാൻ വരും. ശരി, വരൂ. വാടാ കിട്ടു, നീയും വാ. കഴിഞ്ഞോ നിന്റെ ദേഷ്യം? ഇനി എത്ര പേര് വന്ന് വിളിക്കണം നിന്നെ? നിങ്ങൾ വന്ന് വിളിച്ചായിരുന്നോ? ഞങ്ങള് വന്നില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആഹാരം മുഴുവനും നിങ്ങൾ കഴിച്ചോളൂല്ലോ. ആ ശിവാനി, നീ അവിടെ പോയിരിക്കെ. അതിന്റെ അടുത്ത് പോയിരുന്നോ? ചെല്ലേ. വാ ശിവാനി, വന്നിരിക്കേ. നമുക്കിടയിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും ഭക്ഷണത്തോടൊത്ത് കാണിക്കരുത് ദമയന്തി. മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു, അതാ ആഹാരം പോലും വേണ്ടാന്ന് തോന്നി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ദമയന്തി. എനിക്ക് ഏട്ടനോട് ദേഷ്യമൊന്നും ഇല്ല ഏട്ടാ, എന്നോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നുവാ. ശരി ശരി, അല്ലെങ്കിൽ ലേറ്റായി. കഴിക്കേ. ആ ഭാവനെ, എല്ലാവർക്കും വിളമ്പ്.
ശിവാനി, ഇനി മുതലേ ഈ വീട്ടിലെ എല്ലാ ജോലിയും നീയും കൂടെ ചെയ്യണം. ഭാവന ചേച്ചിയും വസു ചേച്ചിയും പോലെ തന്നെ നീ ഈ വീട്ടിലെ ജോലിയും പാചകവും ഒക്കെ ചെയ്യണം. അവള് പഠിച്ച കുട്ടിയല്ലേ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇനി മുതല് അവൾ ഇവിടെയല്ലേ നിൽക്കേണ്ടതമ്മേ? ഈ വീട്ടിലെ മരുമക്കളെ പോലെ തന്നെ ഇവളും ജോലിയൊക്കെ ചെയ്യണ്ടേ? നീ ഈ വീട്ടിൽ ജനിച്ചവളല്ലേ, എന്നിട്ട് നീ എന്തൊരു പണിയും ചെയ്യാതിരിക്കുന്നേ? ആ, നിങ്ങൾ ഈ വീട്ടിൽ ജനിച്ചു വളർന്നതല്ലേ, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? നീ എന്നെ പറയുന്നോ? നിന്നുണ്ട്. നിക്ക് നിർത്തിക്കേ. ആരും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഏട്ടത്തെയും വസുന്ധരയും എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ചേച്ചിമാരെ കൂടെ ചേർന്ന് ശിവാനിയും ജോലിയൊക്കെ ചെയ്യില്ലേ ചേട്ടാ? അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവളെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നേ? അയ്യോ അമ്മേ, ഇതിലിപ്പോ എന്താ കഷ്ടം? ഇതുവരെ ചേച്ചിമാരുടെ കൈപുണ്യം കണ്ടു. ഇനി മുതലേ ഇവളുടെ കൈപുണ്യം കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇൻഡയറക്റ്റ് ആയിട്ട് ഭാവനയും വസുവിനെയും പോലെ ശിവാനിയും ഈ വീട്ടിലെ മരുമകളാണെന്ന് പറയാതെ പറയാ. വിവരം കെട്ടവളും. ശിവാനി, അങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കാതെ അഖിലിനെ എന്താ വേണ്ടേന്ന് വെച്ചാ ചോദിച്ചിട്ട് എടുത്തു കൊടുക്ക്. കുറച്ചുകൂടെ കൂട്ടാൻ ഒഴിക്കട്ടെ? നീ കഴിച്ചു ശിവാനി. എനിക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ഏട്ടത്തിമാരെ വിളമ്പി തരും. സാരയില്ല അഖിലേ, ശിവാനിയും വിളമ്പി തരുമല്ലോ. അവള് നിന്റെ ചേട്ടത്തിയുടെ മോളല്ലേ, നാണിക്കാതെ അവളോട് ചോദിക്കേ. അവള് സമാധാനം കഴിക്കട്ടെ ചേച്ചി. ചേച്ചി കഴിക്കേ. നീ മിണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചേ, സംസാരിക്കാതെ. ശരി ചേട്ടാ. ഏട്ടാ, കറി ഒഴിക്കട്ടെ? നന്നായിട്ടുണ്ട്. അയ്യോ വേണ്ട വേണ്ട. കുറച്ച്. ഈ ദമയന്തിയുടെ ഉദ്ദേശം എന്താ വസു? ശിവാനിയോട് ജോലിയൊക്കെ ചെയ്യാൻ പറയുന്നു. അമ്മയുടെ മുമ്പില് ശിവാനിയെ പുകഴ്ത്തി കാണിക്കുന്നതാ. അവളുടെ സംസാരം ഒന്നും മൈൻഡ് ചെയ്യണ്ട. വിളമ്പി കൊടുക്ക്. അയ്യോ, ഉറക്കം വന്നിട്ട് വയ്യ എനിക്ക്. ഉടനെ ബെഡിൽ അങ്ങോട്ട് കിടന്ന് ബെഡ്ഷീറ്റ് എടുത്ത് അങ്ങ് മൂടണം. എന്താടി ഇത്? ആ, നിങ്ങളുടെ പായും തലേണി. എന്റെ മുഖത്തേക്കാണോ പായും തലാനും ബെഡ്ഷീറ്റൊക്കെ വലിച്ചെറിയുന്നേ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടി? ഇനി മുതല് മുത്തശ്ശി അതില് വേണം കിടന്നുറങ്ങാനായിട്ട്. അതിന്റെ ആവശ്യം എനിക്ക് എന്താടാ? ഇത് എന്റെ മുറിയാ. ഇന്നു മുതലേ ഇത് ഞങ്ങളുടെ റൂമാ. ഇത്രയും നാളേനൊരു അന്യയെ പോലെയല്ലേ നിങ്ങൾ കണ്ടത്. ഇപ്പോഴേ ഞാൻ ഈ വീട്ടിലെ അവകാശി അധികാരിയാ. എന്റെ അമ്മ പ്രസവിച്ച മക്കളിലെ ഞാനും ഒരുത്തിയാ. ഞാൻ നിനക്ക് മുന്നേ ഈ വീട്ടിൽ ജനിച്ച മകളാടി. എന്റെ ഏട്ടൻ ആകെയുള്ള ഒരു അനിയത്തി ഞാനാ. എന്റെ ഏട്ടത്തിയുടെ പുന്നാര നാത്തൂൻ. ഞങ്ങളറിയാത്ത വലിയൊരു നാത്തൂൻ. ആ കാലമൊക്കെ എപ്പോഴേ പോയി കുഞ്ഞമ്മേ. ഇത് എന്റെ കാലമാണ്. ഇനി മുതലേ ഈ റൂം ഞാനും എന്റെ മോനും എന്റെ മോളുമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്കേ നോ എൻട്രി. എന്റെ റൂമിൽ നിന്ന് എന്നെ പുറത്താക്കിയ ഞാൻ അവിടെ പോയി കിടന്നുറങ്ങും. ഹോളിൽ കിടന്നു മുത്തശ്ശി. ഇല്ലെങ്കിലേ അടുക്കളയിൽ പോയി കിടന്നോ, സ്റ്റോർ റൂമിൽ കിടന്നോ, വീട്ടിലേത് മൂലയിൽ വേണമെങ്കിലും പോയി കിടന്നോ. നിനക്ക് ഇത്ര കൂടുന്നുണ്ട്. വീട്ടിൽ ഏതെങ്കിലും മൂലയ്ക്ക് കിടക്കേണ്ട ആവശ്യം എനിക്കെന്താ? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ആ, നിങ്ങൾ എന്ത് ചെയ്യുന്ന? ഞങ്ങളുടെ കുഞ്ഞമ്മയാണല്ലോ പോയാ പോട്ടേന്ന് വിചാരിച്ച് പായും തലേണയൊക്കെ തന്ന് ഒരു മൂലയിൽ പോയി കിടക്കാൻ പറഞ്ഞത്. എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്ഥാനമേ ഉണ്ടാവില്ല. നടു റോട്ടിൽ പോയി കിടക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിലെ ദേഷ്യം തലയ്ക്ക് കയറി ഭ്രാന്തായി പോവും. അയ്യോ, വേണമെന്ന് വെച്ചാ ഇനിയിപ്പോ ഇവൾ അങ്ങനെ ചെയ്തെന്നും വരും. അല്ലെങ്കിൽ എന്റെ സമയം ശരിയല്ല. എന്തിനാ ഇവളോടൊക്കെ ഒരു പ്രശ്നത്തിന് പോന്നേ? എന്റെ സമയം വരുമ്പോ ഇവക്ക് തിരിച്ചടി കൊടുക്കാം. ഇപ്പൊ മിണ്ടാതെ പോയി കിടക്കുന്നതാ നല്ലത്. എന്താ ദമയന്തി ഇത്? ഞാൻ നിന്നേക്കാൾ പ്രായത്തിൽ മുതിർന്നതല്ലേ? മാത്രമല്ല, ഞാൻ ഈ വീട്ടിൽ ജനിച്ചൊരു പെണ്ണാ. ഞാൻ എവിടെയെങ്കിലും ചെന്ന് കിടന്നാ മരുമക്കളുടെ മുന്നിൽ എന്റെ മാനം പോവില്ലേ? ഇളയമ്മയാണെന്നുള്ളൊരു വില പോലും കിട്ടില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? നിന്റെ റൂമിൽ തന്നെ ഏതേലും ഒരു മൂലയ്ക്ക് ഞാൻ കിടക്കാടി. എടാ കിട്ടു, മുത്തശ്ശിയെ നമ്മുടെ റൂമിൽ കിടക്കാൻ അനുവദിക്കട്ടെ. ഭിക്ഷ എടുക്കുന്ന പോലെ ചോദിക്കല്ലേ, അനുവദിച്ചു കൊടുക്കാമേ.
എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന രീതിയിലാണല്ലോ കളിയാക്കുന്നേ. ശരി, മുറിക്കകത്തേക്ക് വാ കുഞ്ഞമ്മേ. ഒരു മൂലയില് പായം വിരിച്ച് കിടന്നോ. ഞാൻ നോക്ക്, കൂർക്കം വലിച്ച് ശബ്ദം ഉണ്ടാക്കിയാലേ പിടിച്ച് പുറത്താക്കും. പിടിക്ക്. വാട കിട്ടു. എന്റെ ദൈവമേ, ഈ ഗതി പാവനയ്ക്കോ വസുവിനോ വരല്ലേ. നീ കിടന്നോ മോളെ. അഖിലേട്ടൻ എക്സസൈസ് ചെയ്യാം. ഞാൻ പോയി ഇഞ്ചി ടീ എടുത്തിട്ട് വരാം. ഗുഡ് മോർണിംഗ് അഖിലേട്ടാ. ഏട്ടന് വേണ്ടി ഇതാ രാവിലെ തന്നെ ചൂട് കോഫി. താങ്ക് യു നന്ദിനി. അഖിലേട്ടാ, ഏട്ടന് വേണ്ടി ഞാൻ ഇഞ്ചി ടീ കൊണ്ടുവന്നിരിക്കുക. ഇവളെന്താ എനിക്ക് കോമ്പറ്റീഷൻ ആയിട്ട് വന്ന് നിൽക്കുന്നത്? അഖിലേട്ടൻ ടീ കുടിക്കില്ല, കോഫിയാണ് കുടിക്കുന്നത് അല്ലേ അഖിലേട്ടാ? ഒന്നുമില്ല, ഏട്ടനെ ഇഞ്ചി ടീയും കുടിക്കും അല്ലേ ഏട്ടാ? അഖിലേട്ടൻ എന്റെ കോഫി തന്നെ കുടിക്കണം. അല്ല, എന്റെ ടീ ആദ്യം കുടിക്കണ്ടേ. ഞാനല്ലേ ആദ്യം കൊണ്ടുവന്നേ, അതുകൊണ്ട് അഖിലേട്ടൻ ഇത് തന്നെ കുടിക്കണം. ലേറ്റാ വന്നാലും ഞാനാ ഇഞ്ചി ടീ കൊണ്ടുവന്നേ. ഏട്ടൻ എന്റെ ടീ മാത്രമേ കുടിക്കൂ. ഞാൻ അഖിലേട്ടന്റെ മുറപ്പെണ്ണ. ഞാൻ ദമയന്തിയുടെ മകളാ. നീ ഇന്നലെ വന്നതേ ഉള്ളൂ. ഞാനോ കുറെ നാളുകളായി ഇവിടെ തന്നെയുണ്ട്. ഞാൻ ജനിച്ചത് മുതലേ ഈ വീട്ടിലെ പെണ്ണാ. ഞാൻ അഖിലേട്ടന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ദിവസവും ഞാനല്ലേ ചെയ്യാൻ പോന്നെ. കോഫി കുടിക്കുക അഖിലേട്ടാ. ടീ കുടിക്കാകില്ലേട്ടാ. ഇത് എന്തൊരു പരീക്ഷണം എന്റെ ദൈവമേ. അഖിലേട്ടൻ എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നേ. ഇല്ല, ഏട്ടൻ എന്നെയാ സപ്പോർട്ട് ചെയ്യുന്നേ. ശിവാനി, നന്ദിനി, എന്താ ഇവിടെ ഒരു പ്രശ്നം? നോക്കേട്ടത്തി, അഖിലേട്ടന് ഞാൻ കോഫി കൊണ്ടുവന്നപ്പോ ശിവാനി എനിക്ക് കോമ്പറ്റീഷനായി ചായ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെയല്ല ആന്റി, ഏട്ടൻ ടീ കുടിക്കുന്ന കരുതിയാ ഞാൻ ടീ കൊണ്ടുവന്നേ. അഖിലേട്ടൻ എന്റെ കോഫി തന്നെ കുടിക്കണം. അത് പറ്റില്ല, ഏട്ടൻ ഞാൻ കൊണ്ടുവന്ന ടീ തന്നെ കുടിക്കണം. എന്താ ഇത്? വീട്ടിലൊരു പുതിയ പ്രശ്നം ഉണ്ടാവുകയാണല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും ഏടത്തി? അതാ എനിക്കും മനസ്സിലാകാത്തത്. കോഫി കുടിക്കുക അഖിലേട്ടാ. ഇഞ്ചി ടീ കുടിക്കേട്ടാ. വേണമെങ്കിൽ നിന്റെ ടീ അഖിലേട്ടൻ നാളെ കുടിക്കും. ഇന്ന് അഖിലേട്ടൻ എന്റെ കോഫി കുടിക്കും. പറ്റില്ല, ഏട്ടൻ ഇന്ന് തന്നെ എന്റെ ഇഞ്ചി ടീ കുടിക്കണം. പിന്നെ കോഫി കഴിച്ചോളൂ. വെറുതെ വഴക്കിടല്ലേ ശിവാനി. ഞാനും അത് തന്നെ നിന്നോട് പറയുന്നേ. ഒന്ന് നിർത്തിയേ, നിർത്ത്, മതിയാക്ക്, വഴക്കുണ്ടാക്കരുത്. ഇപ്പൊ എന്താ വേണ്ടത്? നിന്റെ കോഫി കുടിക്കണം, നിന്റെ ചായ കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ. തന്നെ ഇതും കുടിത്താ.
താങ്ക് യു അഖിലേട്ടാ. താങ്ക് യു അഖിലേട്ടാ. ടീയും കോഫിയും രണ്ടും കൂടി ചേർത്താ കുടിച്ചത്. ഹാപ്പി അല്ലേ? എന്നാ ചെല്. അറിയാത്തത് എന്റെ അമ്മേ, രണ്ടും കൂടി മത്സരിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഏട്ടന്മാരുടെ കൂടെ ചേർന്ന് ഓഫീസിൽ പോകാൻ പോവാ. ഓഫീസിലേക്ക് പോവാ. ഓഫീസിൽ പോവാ എടുത്തി. ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു അമ്മേ. ബുക്സ് ഒക്കെ ബാഗിലെടുത്ത് വെക്കൂ. എടുത്തോ. ഇവര് ഹോംവർക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ എഴുതിയിട്ടുമില്ല. സ്കൂളിൽ പോയാ ടീച്ചർ എനിക്ക് പണിഷ്മെന്റ് വരുമെന്നുള്ള ഉറപ്പാ. കിട്ടു, വാ പാല് കുടിക്കൂ. മിസ് എന്നെ വഴക്കുറയുമ്പോ പണിഷ്മെന്റ് എനിക്ക് മാത്രമല്ല ഇവർക്കും അത് കിട്ടിയേ തീരൂ. നീ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ കിട്ടു? ആ ഫിനിഷ് ചെയ്തു ആന്റി. ശരി, എല്ലാവരും പാല് കുടിച്ചിട്ട് റെഡി ആയിരിക്കും. അപ്പോഴേക്കും ഓട്ടോ വരും. എന്താ ചേട്ടായി കാണിച്ചേ? ഞാൻ എന്ത് കാണിച്ചെന്ന്? പാലൊഴിച്ച് ഞങ്ങളുടെ ഹോംവർക്ക് ഒക്കെ നശിപ്പിച്ചില്ലേ? വേണോന്ന് വിചാരിച്ച് ചെയ്തല്ലോ, കൈതട്ടി മറിഞ്ഞതാ. നീ മനഃപൂർവ്വം ചെയ്തതാ, ഞങ്ങൾക്ക് ടീച്ചറിനെ ഒന്ന് വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നത് ഇവൻ ഹോംവർക്ക് ചെയ്ത് കാണില്ലെന്നാ. അതുകൊണ്ടാ നമ്മുടെ ഹോംവർക്ക് ബുക്ക് നശിപ്പിച്ചത്. ഞാൻ ഹോംവർക്ക് എഴുതിയില്ലെന്നോ? ഞാൻ എപ്പോഴേ ഹോംവർക്ക് എഴുതി കഴിഞ്ഞു. മര്യാദയ്ക്ക് ഞങ്ങളുടെ ഹോംവർക്ക് എഴുതണോ? എന്നെ കൊണ്ട് പറ്റില്ല. നീയല്ലേ പാലെടുത്തൊഴിച്ച് നശിപ്പിച്ചത്, നീ തന്നെ ചെയ്തു തരണം. നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ചെയ്തില്ലെങ്കിൽ മിസ്സിന്റെ പണിഷ്മെന്റ് കിട്ടിക്കോളും. അപ്പോഴേ നിങ്ങൾക്കൊക്കെ ബുദ്ധി വരുള്ളൂ. എന്റെ അനിയത്തിമാരെ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ നിന്നെ പറയോടാ, അടിക്കുകയും ചെയ്യും. നീ ഞങ്ങളെ ഏട്ടനെ അടിക്കുന്നോ? നിന്നെ ഞങ്ങള് കിട്ടും.
എന്റെ മോന്റെ നേരെ കൈ ഒങ്ങാനായി നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? അവൻ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? എന്റെ മോൻ എന്ത് ചെയ്താലും ശരി, അവനെ അടിക്കാനുള്ള അധികാരവും അവകാശവും നിങ്ങൾക്കില്ല. എന്ത് പറ്റി വസു? അത് ഞാൻ പറയാം അമ്മേ. ഈ വസു നിങ്ങളുടെ പേരക്കുട്ടിയെ കൈ ഓങ്ങി അടിച്ചിരിക്കുന്നു.